ട്രഷറിയിൽ പൂച്ച പറ്റി കിടക്കുകയാണെന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ വിവരാവകാശ രേഖകളടക്കം പുറത്തു വരുന്നതിൽ കാണുന്നത് സർക്കാരിൻ്റെ കയ്യിൽ സർപ്ലസ് എമൗണ്ട് ഉണ്ട് എന്നാണ്, ഏതാണ്ട് 5000 കോടിയിലേറെ. അത് മാത്രവുമല്ല, ദൈനംദിന കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. വി ഡി സതീശൻ ആശ്വാസമാണോ അത് കുരുക്കാണോ? ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്തൊരു ചില സാങ്കേതികതകളുണ്ട്. സാമ്പത്തിക കാര്യത്തിനകത്ത് ഒട്ടേറെ സാങ്കേതിക നിബദ്ധമാണ് ഈ സാമ്പത്തികം എന്ന് പറയുന്ന സംഗതി. ഇപ്പം ഞാൻ സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല, ഞാൻ ശരാശരി ഒരു എന്താ പറയുക, ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിട്ട് മുമ്പിലുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ, സംസ്ഥാന സർക്കാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രം ഒന്നും തരുന്നില്ല, അല്ലേ? അതെ. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്ന് പല പെൻഷനുകളും മുടങ്ങിയിട്ടുണ്ട്, കുടിശ്ശിക ധാരാളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യമായിട്ടുള്ള സംഗതി. ഞാൻ ഏറ്റവും കൂടുതൽ കുടിശ്ശിക കാണുന്നത്, ഏറ്റവും അടിയന്തരമായി കൊടുത്തു തീർക്കേണ്ട കുടിശ്ശിക കാണുന്നത് ഞാൻ ഈ നെൽകർഷകരുടെ കുടിശ്ശികയാണ്. അതൊരു ഒരു 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 ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള ഒരു പ്രാഥമിക ആവശ്യമാണ്. കാരണം ഈ നെൽകർഷകർ അവർ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സങ്കടം തോന്നും. ഈ അടുത്ത കാലത്ത് ചാനലിൽ ഒരു രംഗം കാണുകയുണ്ടായി. വളരെ വയോധികയായിട്ട്, എനിക്ക് തോന്നുന്നു 80കളുടെ മധ്യത്തിലോ ഒക്കെ നിൽക്കുന്ന ഒരു അമ്മ, അവരുടെ മകന് അർബുദ രോഗമാണ്. ആ രോഗം വെച്ചിട്ടും ഒക്കെ ഈ പറഞ്ഞ ചികിത്സയ്ക്ക് ഈ കൃഷി നടത്തുകയാണ്. ഈ കൃഷിക്ക് കാര്യമായിട്ട് വരുമാനം പോലും കിട്ടുന്നില്ല, അല്ലേ? ഇവിടെ വന്ന് നമ്മുടെ ഒരു ബംഗാളി പണി ചെയ്താൽ ഇപ്പോൾ 1200 രൂപയ്ക്കാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇവരുടെ ഈ നെല്ല് വിറ്റാൽ സമയാസമയത്ത് വിറ്റാൽ കാശ് കിട്ടുമെന്ന് വെച്ച് നോക്കിയാൽ പോലും ഈ ബംഗാളി കൊടുക്കുന്ന അധ്വാനത്തിൻ്റെ 4 പോലും അവർക്ക് കിട്ടുന്നില്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതെടുത്തിട്ട് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായി കൃഷി മാറി അങ്ങനെ കൃഷി ചെയ്ത് പോകുന്നവരാണ് കൂടുതലും. അവർക്ക് കുടിശ്ശിക വരുന്നു. നമ്മൾ അവരുടെ എല്ലാം ഈ പരിതാപനം നമ്മൾ കാണാറുള്ളതാണ്. ഈ നെൽകർഷകർ കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെൽകർഷകർ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, ഇപ്പം വളരെ നാമം മാത്രമേ ഉള്ളൂ, ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം, നമുക്ക് ആവശ്യമുള്ള അരി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ മാറി. കാര്യം വളരെ പരിമിതമായിട്ടേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പക്ഷേ ഈ നിലവിലുള്ള കൃഷി നിലനിർത്തേണ്ടതിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിസ്ഥിതികമായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ചതുപ്പുകൾ മുഴുവൻ ഫ്ലാറ്റുകളായി, ഇല്ലാത്തടത്ത് റോഡുകളായി, ഇല്ലാത്തടത്ത് ഗ്രൗണ്ടുകളായി, പല രീതിയിലായി. ഇനി അവശേഷിക്കുന്നത് ഈ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള സംഗതികളും ഈ വെള്ളത്തെ ശേഖരിക്കണമെന്നുണ്ടെങ്കിലുള്ള അവശേഷിക്കുന്ന സംഗതിയാണ് ഈ നിലവിലുള്ള നെൽകൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൃഷിയിലൂടെ മാത്രമല്ല ഞാനതിനെ കാണുന്നത് ഇപ്പോഴത്തെ കേരളം ഒരുപാട് ഈ പാരിസ്ഥിതിക ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന, വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഭൂമികയാണ്. മറ്റെങ്ങും ഇല്ലാത്ത ഇല്ലാത്ത കണക്കുള്ള ഒരു പാരിസ്ഥിതിക യൂണിറ്റാണ് കേരളം എന്ന് പറയുന്നത്. ഒരുപാട് മർമ്മങ്ങളുള്ള സംഗതിയാണ്. അതിനെല്ലാം നമ്മൾ നശിപ്പിച്ചു കളയാൻ. അപ്പോൾ അതിൽ അവശേഷിക്കുന്ന ഈ സംഗതിയാണ് ഈ നെൽ കൃഷി എന്ന് പറയുന്നത്. ആ നെൽകർഷകർക്ക് കുടിശ്ശിക ഉണ്ട്. 240 കോടി രൂപ അവർക്ക് കൊടുക്കാനുണ്ട്, അല്ലേ? നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഒരു ഓപ്പറേഷന് ഒരാൾ പോയി കഴിഞ്ഞാൽ അവിടെ ഉപകരണങ്ങൾ ഓപ്പറേഷനുള്ള സൂചി മുതൽ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നു. 500 കോടി രൂപ മെഡിക്കൽ കോർപ്പറേഷൻ മറ്റുള്ള കമ്പനികൾക്ക്, മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയുണ്ട്. ചില സാധനങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഏതാണ്ട് 40,000 കോടിക്കടുത്ത് കുടിശ്ശിക കൊടുത്ത് തീർക്കാനുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത്. അവശ്യ മേഖലകളിൽ പലതും കുടിശ്ശിക വന്നിരിക്കുന്നു. അതാണ് ഈ ആശുപത്രികളിലൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അപ്പോൾ ഇതൊക്കെ ഗ്രൗണ്ട് റിയാലിറ്റീസാണ്, സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ആണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇത്രയും രൂപ 5429 കോടി 1 ലക്ഷം രൂപ പിന്നെ ട്രഷറി ബില്ലായിട്ട് മാറിയിരിക്കുന്നതായിട്ട് ഇപ്പോൾ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്ത, വിവരാവകാശ നോട്ടീസ് കൊടുത്ത തോമസിന് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സാങ്കേതികത. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊരു സാങ്കേതികമായ വിഷയമാണ്. കാരണം ഈ ബാക്കിയുള്ളവർക്കെല്ലാം 500 കോടി മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശികയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും ഈ നെൽകർഷകർക്ക് 240 കോടി രൂപ എടുക്കാനുള്ള കുടിശ്ശികയുണ്ടല്ലോ, അല്ലേ? ഇടയ്ക്ക് പെൻഷൻ മുടങ്ങാറുമില്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതെങ്ങനെ സംഭവിക്കുന്നു? അത് സാമ്പത്തിക വിദഗ്ധരും ഗവൺമെൻറ്റും വ്യക്തമാക്കേണ്ട സംഗതിയാണ്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വളരെ ഗംഭീര എക്സ്പേർട്ടുകളായിട്ടുള്ള, വളരെ വിദഗ്ധരായിട്ടുള്ള ഒരു സമിതിയെ ധവളപത്രം ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ നിയമിച്ചിട്ടുണ്ട്. വളരെ വിദഗ്ധരടങ്ങുന്നൊരു കമ്മിറ്റി, സംശയമില്ലാത്ത കാര്യമാണ്.
അപ്പോൾ അവർ ഒരു ധവളപത്രം ഇറക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ധനസ്ഥിതിയുടെ യഥാർത്ഥ രൂപം അറിയാൻ കഴിയും. അല്ലാതെ ഈ ഒരു വിഷയത്തെ മാത്രം അധികരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഖജനാവ് കാലിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഈ അത്യന്താപേക്ഷിതമായ അവശ്യ മേഖലകളിൽ നമുക്ക് കാശ് ചെലവഴിക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സൂചിക്കുന്നത്? അല്ലേ? അത് യാഥാർത്ഥ്യം അതാണ്. അപ്പോൾ കേരളം കടന്നു പോകുന്നൊരു യാഥാർത്ഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 5429 കോടി 1 ലക്ഷം രൂപ എങ്ങനെ ഈ ഫണ്ട് ഖജനാവിൽ വന്നു, അതെങ്ങനെ ട്രഷറി ബില്ലായി മാറി എന്നുള്ളത് സാമ്പത്തിക വിദഗ്ധരോ അതല്ലെങ്കിൽ സർക്കാരോ വ്യക്തമാക്കണം. അത് വ്യക്തമാക്കുമ്പോൾ മാത്രമേ നമുക്കൊരു വ്യക്തമായ പിക്ചർ കിട്ടത്തുള്ളൂ അത് ഏത് രീതിയിൽ വന്നതാണെന്നുള്ളത്, അല്ലേ? രേഖാമൂലമുള്ള സംഗതിയാണ്. അപ്പോൾ അത് നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യത്തിനെ നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, വേറെ എല്ലാം വിട്ടേക്കാം, ഈ നെൽകർഷകരുടെ മാത്രം കാര്യം എടുത്താൽ മതി. ഈ അവരനുഭവിക്കുന്ന യാതനകൾ ഈ സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടനാട്ടിലൊക്കെ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്താ അറിയോ, കുട്ടനാട്ടിലുള്ള കർഷകരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ഒരു ഹരം കൊണ്ട് അവർ കൃഷി ചെയ്തുകൊണ്ട് പോകുന്നതാണ് നല്ല ശതമാനം. കാര്യം അവർ ഈ വെള്ളം വന്ന വെള്ളത്തിന് മീതെ, അതാണ് അവരുടെ പോളിസി. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ വയനാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഒത്തിരി വിളവെടുപ്പ് നശിച്ചാൽ മതി, എത്ര ആത്മഹത്യകളാണ് വന്നിട്ടുള്ളത്. വയനാട്ടിൽ ഈ കുട്ടനാട്ടിൽ ചിലപ്പം കൊയ്ത് കൂട്ടിയിടും, അപ്പോഴായിരിക്കും പെട്ടെന്നൊരു മഴ വരുന്നത്, സംഗതി മുഴുവൻ പോയി. 3-ാമത് കിളിക്ക് വീസാനം, പിന്നെ നെല്ലെടുക്കാൻ ആരും എടുക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും ഈ കുട്ടനാടിൻ്റെ ഈ വഞ്ചിപ്പാട്ടും പാടി അവർ അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ വഞ്ചിപ്പാട്ടിൻ്റെ താളം തുള്ളി ജീവിക്കുന്ന മനുഷ്യരാണ്. അതിൻ്റെ അർത്ഥം അവർ ജീവിതത്തിൻ്റെ യാതനകളിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതല്ല. അപ്പോൾ അത്ര ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഈ നെൽകർഷകർ, ഈ അവശേഷിക്കുന്ന നെൽകർഷകരെ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും അടിയന്തരമായ ആവശ്യമായുള്ള സംഗതിയാണ്. അവർക്ക് കുടിശ്ശിക കൊടുത്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഗവൺമെൻറ് പ്രയോറിറ്റീസ് ഉണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് അവരുടെ പ്രചാരണത്തിന് വേണ്ടി എത്ര കോടി റുപ്യയാണ് ഇങ്ങനെ ഒഴുക്കിയത്, അല്ലേ? കോടിക്കണക്കിന് റുപ്യയാണ് ഒഴുക്കിയത് പല പല പ്രചാരണത്തിനായിട്ട്. അപ്പോൾ ഇത് അവിടെയാണ് കിഫ്ബിയുടെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരുപാട് വിഷയങ്ങൾ ഇനി പഠിക്കാൻ കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ കിഫ്ബി പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഏറ്റെടുത്തു. അത് പലതും ഈ ചില സ്കൂൾ കെട്ടിടങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ പിണ്ണാക്കിടിഞ്ഞ് വീഴുന്നത് പോലെ മുകളിൽ നിന്ന് സാധനങ്ങൾ ഇടിഞ്ഞ് വീഴുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ഈ കഴിഞ്ഞ സർക്കാരിനുണ്ടായിരുന്നു, ധൂർത്തുണ്ടായിരുന്നു. തങ്ങളുടേതായിട്ടുള്ള ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കോടാനോ കോടിയാണ് ആ സർക്കാർ ചെലവഴിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞതുപോലെ കിഫ്ബിയെ സർക്കാരിൻ്റെ പിന്നെ എൻറ്റിറ്റിയിൽ നിന്ന് വേറിട്ട് കാണണം എന്നൊക്കെയുള്ള തിയറികളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരിക്കലും അത് സാധ്യമല്ല. കിഫ്ബിയെ സർക്കാരിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കിഫ്ബിയെ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. ആ സാങ്കേതികത്വങ്ങളും എല്ലാം വെച്ചുകൊണ്ട് യാഥാർത്ഥ്യബോധത്തിലുള്ളൊരു ധവളപത്രം ഗവൺമെൻറ് ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാനും ദിവസങ്ങൾക്ക് ഇറക്കും, 10 ദിവസത്തിന് ഇറക്കാനാണ് അന്ന് മറ്റേ ചന്ദ്രശേഖർ കമ്മിറ്റിക്കുള്ള ആ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അത് കാണാം. അത് കാണുമ്പോൾ അറിയാം യഥാർത്ഥ ഈ പൂച്ച പ്രസവിക്കുക എന്നൊക്കെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ആലങ്കാരിക പ്രയോഗം, അല്ലാതെ ട്രഷറിയിൽ കയറി പൂച്ചയ്ക്ക് പ്രസവിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പൂച്ച ഇപ്പം അല്ലാത്ത സ്ഥലങ്ങളിലും പ്രസവിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ നഗരത്തിലെ പൂച്ചകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാരുള്ളതിൻ്റെ ഇടയ്ക്ക് വീട്ടിനകത്ത് കയറി വന്നിട്ട് പ്രസവിക്കുന്ന പൂച്ചകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രയോഗം തന്നെ അപ്രസക്തമായി വരുന്ന ഒരു കാലഘട്ടമാണ്. കാര്യം ഒഴിഞ്ഞ സ്ഥലത്താണ് പൂച്ച പ്രസവിക്കുക എന്നൊക്കെ ഉള്ള ധാരണ നഗരത്തിലെ പൂച്ചകൾ മാറ്റിമുറിക്കുന്നുണ്ട്. ആ പൂച്ചകൾ തന്നെ ഒരുപാട് ചരിത്രം സൃഷ്ടിക്കുന്നുണ്ട്. കാര്യം പൂച്ചകൾ ഇപ്പോൾ എലിയെ പിടിക്കാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കൂറ്റൻ എലികളുണ്ട്, പൂച്ചയുടെ അത്രയും വലിപ്പമുള്ള എലികളുണ്ട്. 2 പേർക്ക് ഒരു ഭക്ഷണമാണ്, ഏതാണ്? ചിക്കൻ മന്തി അൽഫാമൊക്കെയാണ് അവർ കഴിക്കുന്നത്. കാര്യം ഈ കൊണ്ട് വേസ്റ്റ് റോഡ് സൈഡിൽ തള്ളുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ 2 കൂട്ടരും വന്ന് ഇത് കഴിച്ചിട്ട് 2 കൂട്ടരും പെരുത്തിരിക്കുക. സഹവർത്തിത്വം മാത്രമല്ല, പൂച്ചയ്ക്ക് എടുത്തുനിന്ന് ചാടണമെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളും കുടവയറും ഒക്കെ ആയിട്ട് പൂച്ചയ്ക്ക് ചാടാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ എലിക്ക് ഈ പറഞ്ഞ പോലെ വലിയ ശരീരം കൊണ്ട് നടക്കേണ്ടിരുന്ന അവസ്ഥ. 2 പേരും തമ്മിൽ സ്പർദ്ധയുമില്ല. അതുകൊണ്ട് പൂച്ചയ്ക്കും സ്വൈരവിഹാരം, എലിക്കും സ്വൈരവിഹാരം. അപ്പോൾ ഇങ്ങനെ ഈ പഴയ പ്രയോഗങ്ങളൊക്കെ മാറേണ്ട ഒരു കാലഘട്ടമാണ്. പൂച്ച പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരുള്ള സ്ഥലത്തും തിങ്ങറിഞ്ഞ സ്ഥലത്തും ഒന്ന് പ്രസവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ധവളപത്രം കാണുമ്പോൾ അറിയാം എങ്ങനെയാണ് സർക്കാരിൻ്റെ സ്ഥിതി എന്നുള്ള സംഗതി.